ഭദ്രകാളി മാഹാത്മ്യത്തിലെ 3-ാം അധ്യായം 6 മാതൃക്കളുടെ ആവിർഭാവം. ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. ഭാരമേറും കാരിരുമ്പുന്നുലക്കയും ചാലെ ചുഴറ്റി കരിമല പോലവൻ പോരിനു വന്നതു കണ്ടു മാതൃക്കളും അന്യോന്യ നേത്ര സംവേദനം ചെയ്തിട്ടാനവനെയും ആ സൈന്യത്തെയും വളഞ്ഞാശ്ചര്യമാം വിധം യുദ്ധം തുടങ്ങിനാർ. ദാനവ സൈനികൾ പാതിയിലേറെയും മാനം നടിച്ചു മരിച്ചങ്ങു വീണതു. ക്രോധാഗ്നി സന്തപ്തയായ മഹേശ്വരി മാഹേശ്വരം ശൂലമേന്തി നാളങ്ങുടൻ ആഞ്ഞുതറപ്പിച്ചു 3 മുനകളും ദാനവന്മാരൊത്തു ലോകരക്ഷാർത്ഥമായി. കരിമലയിൽ നിന്നു ചെളി കലങ്ങിയിടുന്ന തടീനീത്രയം പോലെ ചീറ്റിരുതിര മാനവർ നിന്നു പുഴകഴ്ത്തിനാർ. മാതൃക്കളാശ്വസ്ത മാനസരായി വിളങ്ങിനാർ. ശ്രീ മാർക്കണ്ഡേയ മഹാപുരാണേ ഭദ്രോൽപത്തി പ്രകരണേ 3-ാം അധ്യായം. ഇനി ശ്രീ മഹാഭദ്രകാളി മഹാത്മ്യത്തിലെ 4-ാം അധ്യായം. ദാരിക ഷൺമാതൃയുദ്ധം. അഗ്രജൻ വീണതറിഞ്ഞു കോപാന്തനായി ദാരികൻ താൻ സ്വയം പോരിനൊരുങ്ങിനാൽ 36 കുതിരകളെ പൂട്ടി സൂതനും താലധ്വജമെന്നൊരു രഥം കൊണ്ടുവന്നാനതിൽ കറ്റക്കുടയും പിടിപ്പിച്ചു ചാമരം വേയിച്ചു കൊണ്ടവൻ ആയുധശേഖരവും കരേറ്റിക്കൊണ്ടു താനും കയറി പുറപ്പെട്ടു മുമ്പിലായി. 1000 ആന 10,000 വാജികൾ അനുഗമിച്ചോരംഗസംഖ്യമാം സൈനികർ. മാതൃക്കൾ മുമ്പിലായി ശുചിമുഖം ചമച്ചായതിൻ മുമ്പിൽ നിലകൊണ്ടു ദാരികൻ തൻ കനൽ കണ്ണുകൾ നന്നായി മിഴിച്ചുടൻ ഭള്ളു പറഞ്ഞു തുടങ്ങിനാനിത്തരം. നാണമില്ലേ നിങ്ങൾ നാരിമാരി വിധം ബാണവും വാളുമെടുക്കുവാൻ നിസ്ത്രഭം പേടി മുഴുത്തുപോയി ഭൂമിയിൽ യാചകരായി കഴിയുന്ന ദേവകൾക്കായി വ്രത കണ്ടം മുറിഞ്ഞുടൻ കാലപുരി പോകുമല്ലായി കിളങ്ങാനു മൂടിയൊളിക്കുവിൻ. ഇത്തരം ചൊന്നവൻ മാതൃക്കൾ നേർക്കുടൻ നിർദ്ദയം ശസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. ശക്തരാ മാതൃക്കളൊക്കവേ കണ്ടിച്ചു രക്ഷയ്ക്കുപായമെന്തെന്നു നിരൂപിച്ചു. ദാരികൻ ബ്രഹ്മദണ്ഡം പ്രയോഗിച്ചതു നാരികളെ കണ്ടു നിഷ്പ്രഭമായതു. മന്ത്രദ്വയങ്ങളും ഏതും ഉപകാരമായതില്ല ബ്രഹ്മശാപോക്തി കാരണം. ഇത്തമവസ്ഥയിൽ സന്ദേഹചിത്തനായി ഇന്ദ്രാരി ചോദിച്ചു, നിങ്ങളാരാറുപേർ വീരമാതൃക്കൾ? അപ്പോഴവർ തന്നെ ഉദ്ഭവ വൃത്താന്തമൊക്കെ പറഞ്ഞിട്ടു. ക്രൂരനും പാപിയുമായ നിൻ മൃത്യുവിനുദ്യക്തർ ഞങ്ങളെന്നും പറഞ്ഞിടിന. ക്രോധമിരട്ടിച്ചു ദൈതേനും പിന്നെ മായാപ്രയോഗങ്ങൾ കാട്ടി തുടങ്ങിനാൽ. മായാബലത്താൽ നിരവധി ഘോരരാം രാക്ഷസന്മാരെ മൃഗങ്ങളെയും തഥാ വ്യാക്രാദികൾ ഉരകങ്ങളൊക്കെ കണ്ടുമായുധരംഗം തുലോം വീരിതമാക്കിനാൻ. മഹേശ്വരി തന്റെ 3-ാം തിരുക്കണ്ണിനീക്ഷണത്താൽ നഷ്ടമാക്കി മായാഭ്രമം. കൗമാരി തന്നേർക്കു വന്നൊരു ശക്തിയെ മഹേശ്വരി ശൂലമേന്തി കണ്ടിച്ചതു. മണ്ഡലാഗ്രം പ്രയോഗിച്ചു വാരാഹിയെ കൊൽവാൻ അതൈന്ദ്രി തൻ വജ്രേണ കണ്ടിച്ചു. മഹേശ്വരി ചെന്നു ദാരികന്റെ ഗളം ശൂലമെറിഞ്ഞു മുറിച്ചു തീതൽപ്പം തഥാ വീഴുന്നു തുള്ളികൾക്കായിരം വീതമായി. അന്തക തുല്യരായുണ്ടായ സുരരും ബ്രഹ്മകുമാരിയും ചൊന്നാളിനി നമ്മൾ നിന്നാൽ അപകടം. ദേവിമാരെ ശൃണു, ഏതും ചേർത്തു അവരെല്ലാവർക്കും ഈ 1000 ദാരിക തുല്യരെ തൽക്കാലം അങ്ങു പിൻവാങ്ങിയിടണം നാം. അതായില്ലായിൽ വന്നിടും ഘോര പരാജയം. മറ്റൊരു നിർവാഹമില്ലാതവർ പൂക്കു കാനനം കൈലാസ പർവ്വതേ ഗൂഢമായി